Welcome to Annie's Kitchen. ഇന്ന് നമ്മുടെ റെസിപ്പിയിലെ നമ്മൾ കുറേ നാടൻ വിഭവങ്ങളാണ് ചെയ്തത്. നാടൻ മാത്രമല്ല, നമ്മുടെ കേരളയിലെ ഭക്ഷണം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർത്തിലോട്ട് പോയി എന്ന് വെച്ചാൽ നമ്മൾ കുറേ റെസിപ്പിയൊക്കെ പഠിച്ചില്ലേ. ഇനിയിപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചതെന്ന് അറിയാമോ, നമുക്ക് നോർത്ത് വേണ്ട, സൗത്ത് വേണ്ട, ഈസ്റ്റ് വേണ്ട, വെസ്റ്റ് വേണ്ട, എവിടെയാ ഇന്ത്യയിലെ വേണ്ട, ഇനി നമുക്ക് കുറച്ച് പുറത്തുള്ള എബ്രോഡിലുള്ള കുറച്ച് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ ഏട്ടനും പിള്ളേർക്കും ഒക്കെ കൊടുത്ത ഒരു സ്റ്റാർട്ടർ എന്ന് പറയാൻ ഒക്കെയല്ല. അവരൊക്കെ ആണെങ്കിൽ അതൊരു ശരിക്കും ഒരു മെയിൻ ഡിഷ് അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ലഞ്ചായിട്ട് കഴിക്കുന്ന ഒക്കെ ഒരു എന്നാ പറയുന്ന ഒരു റെസിപ്പി ആയത്. ഇതിൻ്റെ പേര് എന്നാന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രാങ്കൈസി എന്നാ അതിൻ്റെ പേര്. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഗ്രീൻ സാലഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിവി ഇല്ലേ, കിവി എന്ന് പറയുമ്പോഴത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി വില കൂടിയ ഒരു ഫ്രൂട്ടാണേ. പക്ഷേ എന്നാന്നോ, നമ്മൾ പഠിക്കുന്ന റെസിപ്പീസ് ഒക്കെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെച്ചാൽ കിവിയുടെ ജ്യൂസ് ഇങ്ങനെയാ, അല്ലെ കിവി കിട്ടുമ്പോഴത്തേന് ഇത് വെച്ച് എന്നാ ചെയ്യാൻ നോക്കും എന്നൊക്കെ ഓർത്തൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നമ്മളെല്ലാം പഠിച്ചിരിക്കുക. അല്ലാതെ എപ്പോഴും കിവി മേടിച്ച് ജ്യൂസ് കുടിക്കണമെന്നൊന്നും ഞാൻ പറയുകയല്ല. നമുക്ക് ആനീസ് കിച്ചൺ കാണുന്ന ആൾക്കാർക്കും ഒക്കെ എന്നാന്നറിയാം, നമ്മളെ ഒന്നിനും പുറകോട്ട് പിടിക്കില്ല. അന്നേരം നമുക്ക് അവർക്കതെല്ലാം അറിയാം എന്ന് തന്നെ നമുക്ക് ഇച്ചിരി അഭിമാനം കൊള്ളുന്ന പോലത്തെ റെസിപ്പീസ് ഒക്കെ അല്ലേ നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വലിയ പാടൊന്നുമില്ല കേട്ടോ, പേര് പോലെ നമ്മൾ പേടിച്ചു അങ്ങനെ ഒന്നും പേടിക്കണ്ട. പിന്നെ ഈ ഇതിൽ ഞാൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ചീസൊക്കെ ചേർക്കുന്നുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലേവർ അല്ലല്ലോ അവിടെ ഇച്ചിരി കൂടുതൽ, സ്പൈസ് ഇല്ല. എന്നാൽ ഒരു നമ്മുടെയൊക്കെ രീതി പറയുവാണെങ്കിൽ ഇത് സ്റ്റാർട്ടർ ആക്കാം. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു ഹെവിയാ. ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ചിക്കൻ്റെ പീസ് വെച്ച് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടർ ആക്കുവാണെങ്കിൽ അതിനെ ഒരു ചെറിയ പീസാക്കി എടുത്തേച്ചാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു മീൽ ആക്കിയാണ് കാണിക്കാൻ പോകുന്നത്, അതായത് ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ. അത് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് വേണ്ടി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അതിന് വേണ്ടിയ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ ബ്രസ്റ്റാണ്. ഒന്നെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ട് സ്ക്വയർ പീസസ് മുറിച്ചെടുത്തേച്ചാലും മതി. ഇതിപ്പം ചിക്കൻ ബ്രസ്റ്റ്, ഒരു ചിക്കൻ ബ്രസ്റ്റ് വെച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ അളവ് പറയാൻ പോകുന്നത്. പിന്നെ ഇത് ഇച്ചിരി മൈദ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹെൽത്തി ഫുഡാണ് കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് മൈദയും കാണിച്ച് ചീസും കാണിച്ചേച്ച് ഉണ്ടാക്കാൻ പറയല്ലേ കൊച്ചെ എന്ന് പറയരുത്. ഇത് എന്നാന്നൊന്ന് മനസ്സിലാക്കി വെച്ച് ലാസ്റ്റ് തന്നെ വഴക്കുറഞ്ഞാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ മൈദ വേണ്ടുള്ളൂ. പിന്നെ ഒരു 2 മുട്ട, അത്രേ. ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 2 മുട്ട അല്ലെങ്കിൽ 1 മുട്ട ആയാലും മതി. പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടിയേ. അത് ചിക്കൻ സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ബ്രസ്റ്റിനാണെങ്കിൽ 1 കപ്പ്, അങ്ങനത്തെ കണക്കെടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ ആയാലും മതി. പിന്നെ വേണ്ടിയത് ഒരു ചിക്കൻ ബ്രസ്റ്റിന് ഒരു വലിയ വെളുത്തുള്ളിയില്ലേ, ഒരു ഇച്ചിരിയും പോന്നിയല്ല, ഒരു വലിയ വെളുത്തുള്ളിയുടെ ഒരു വെളുത്തുള്ളി മതിയാവും. അതായത് ഇപ്പം നമ്മൾ ചതച്ചു വെക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാച്ചാൽ മതി. പിന്നെ ഇച്ചിരി നാരങ്ങാനീര് എന്ന് പറയുവാന്നല്ല, ഒരു നാരങ്ങ മുറിച്ച് വെച്ച് പകുതി. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ ഇത് എന്നാന്നറിയോ, മല്ലിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി ബട്ടർ. പിന്നെ കുറച്ച് ചീസ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇതേപോലത്തെ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ 1 ക്യൂബ് മതിയാവും. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഓയിൽ. ഒലീവ് ഓയിൽ വെച്ച് ചെയ്തേച്ച് ഫസ്റ്റ് നമ്മൾ അതിനെ നോക്കണേ, എന്നേച്ച് എന്നാ പറയുന്നത്, എണ്ണ മാറ്റി വെച്ചാൽ മതി. ഇതാണെങ്കിൽ ഇച്ചിരി വൈനാണ് ഞാൻ എടുത്തേക്കുന്നത്, പ്യുവർ നമ്മുടെ വെള്ള മുന്തിരിങ്ങയുടെ വൈനാണ് എടുത്തേക്കുന്നത്. അതിന് ഇച്ചിരി പുളി കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് വൈൻ കിട്ടും, അതായാലും മതി. ഇത് കംപ്ലീറ്റ്ലി നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ ഇതിന് ഇച്ചിരി പുളി ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ചേർക്കുമ്പോൾ ഇച്ചിരി ചേർത്തേച്ച് പുളി നോക്കിയിട്ട് ബാക്കി ചേർത്തേച്ചാൽ മതി. ഇത്രയും സാധനമേ നമുക്ക് ചിക്കൻ ഫ്രാങ്കൈസിക്ക് വേണ്ടിയതുള്ളൂ. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ, അതിനൊരു ഇച്ചിരി പണിയുണ്ട്. അതെന്നാന്നോ, എളുപ്പം നോക്കുകയില്ല. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ ഒന്ന് എന്നാ പറയുന്നത്, സെറ്റാക്കി വെക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊരു പാത്രത്തിൽ ഒരു ഇച്ചിരി മൈദ ഇടണേ. ഇപ്പം ഞാൻ ഒരു ബ്രസ്റ്റ് പീസിന് വേണ്ടിയതാണ് കാണിക്കുന്നത്.
ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, അത് ഈ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ഒന്ന് തൂത്ത് വെക്കണേ. അതിനകത്ത് എന്നാ പറയുന്നത് മൈദയിലൊന്ന് ഇച്ചിരി ഉപ്പും കുരുമുളകും വേണം. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ളവരാന്നേൽ ഇച്ചിരി കൂടി ഇട്ടോ, കുഴപ്പമൊന്നും വരികയില്ല കേട്ടോ. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് അതിനകത്തോട്ട് ഒരു 2 മുട്ട ഇട്ടേക്കാവേ. ഇതിനകത്തോട്ടും ഇതേപോലെ ഉപ്പും ആ മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കുരുമുളകും ഇടുക. ഇതിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാന്നറിയോ, നമുക്ക് അളവൊന്നും പറയാൻ ഒക്കുകയില്ല. അന്നേരം ആ ഒരു മുട്ടയ്ക്ക് വേണ്ട ഉപ്പും കുരുമുളകും എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ പാചകം ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാൻ മേലെ എത്ര വേണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാൻ മേല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയാണ് നമ്മൾ ആ എന്നാ പറയുന്നത് നമ്മുടെ ചിക്കൻ ഇട്ട് ജോലി ചെയ്യാൻ പോകുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഇല്ലേലും ഒക്കത്തില്ല. ഇപ്പം നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അന്നേരം ഇതിനെ സ്ട്രെയിറ്റ് ഹാഫ് ആക്കുക. അതായത് നമുക്ക് ഇതിന് ഒരുപാട് നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ ഒത്തിരി കുക്കിംഗ് ഇല്ല കേട്ടോ. അന്നേരം ഒരു ഇച്ചിരി കുക്കിംഗ് കുറവായതുകൊണ്ട് പെട്ടെന്ന് എന്നാൽ നമ്മുടെ ചിക്കൻ വെന്തും കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് അതിന് എത്ര തിന്നാക്കുന്നോ അതാ അതിൻ്റെ കണക്ക്. ഇതിനെ അങ്ങോട്ട് ഞാൻ മുറിച്ച് വെച്ചേക്കും. അതിന് ഷേപ്പൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ, നല്ലതാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ കയ്യിലൊക്കെ ഏറ്റവും കൂടുതൽ കൈവാക്കുള്ളത് എന്നതാണ്. നമ്മൾ പിള്ളേരൊക്കെ ദേഷ്യപ്പെടുമ്പം ആദ്യം നമ്മുടെ കയ്യിൽ വരുന്ന ഈ ഒരൊറ്റ സാധനമാണ്. അടുത്തെങ്ങാനും വന്ന് ഒറ്റ അടിച്ചരും എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ. എന്ന് പറയുന്നത് പോലെ ഈ സാധനം അങ്ങോട്ട് കയ്യിലെടുക്കണം. ചിക്കനെ നമ്മൾ മുറിച്ച് വെച്ചേക്കുമല്ലേ, ഇതിൻ്റെ തലമണ്ട നോക്കി ചപ്പിക്കുക, അടിച്ച് ചപ്പിച്ചേക്കും. കണ്ടോ, ഇതിനെ മാക്സിമം അടിച്ച് ചപ്പിച്ചേക്കണം. അതാ ഞാൻ പറഞ്ഞേ, ഇച്ചിരി ദേഷ്യം കൂടുതൽ വന്നേച്ച് അടിച്ച് ചപ്പിച്ചേക്കല്ല. കാര്യം എന്നാന്ന് ഇങ്ങനെ പിഞ്ചി പോയാൽ ഒക്കുകയല്ല. അല്ല നമുക്കിങ്ങനെ ഡയറക്റ്റ് ഫ്ലാറ്റായിട്ട് ഉള്ളൊരു ടേബിളെ വെച്ചാൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഒരു ഫിലിം പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ, അന്നേരം അതിനെ അങ്ങോട്ട് റോൾ ചെയ്ത് വെച്ച് ഈ ചിക്കൻ അതിനകത്ത് വെക്കുക. എന്നിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് വെച്ചിട്ട് നല്ലോണം അടിച്ചേച്ചാൽ മതി. അപ്പോൾ ഇനി പറഞ്ഞ പോലെ പിച്ചി പോവുകയല്ല. ഇത്രയും ആക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അത്രയും മാത്രം മതി. ഇതെല്ലാം തേച്ച് പിടിച്ചേക്കുമല്ലേ. ഇനി എന്നാന്നറിയോ, നമ്മൾ കൈ കഴുകാനൊക്കെ പോകുന്ന വഴിക്ക് അടുപ്പും കൂടെ ഒന്ന് കത്തിച്ച് വെച്ചേച്ച് പോകും. ഇനി പാൻ നല്ലതായിട്ടൊന്ന് ചൂടാവണം. ചൂടാവുന്നതിന് മുന്നേ നമ്മൾ എന്നാ മുട്ട അടിച്ച് വെച്ചേക്കുക. അടിച്ചില്ല, അത് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചേക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയില, ഇട്ടേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു ക്യൂബ് ചീസിൻ്റെ ഏകദേശം മുക്കാലല്ല ഓൾമോസ്റ്റ് ആ ചീസ് ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് അടിക്കണം. അടിച്ചേച്ച് നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കണം. ഒലീവ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോളെ. അന്നേച്ച് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇതിനകത്തോട്ട് ഒരു 2 ക്യൂബ് ബട്ടറും കൂടെ.
അതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ എന്നാ പറയുന്നത്, ചിക്കനകത്തോട്ട് ഉപ്പും കുരുമുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക. നമ്മുടെ മൈദ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തും ഉപ്പും കുരുമുളകും ഉണ്ട്. പിന്നെ നമ്മുടെ മുട്ടയ്ക്കകത്ത് എക്സ്ട്രാ ഇട്ടേക്കുന്ന എന്നാന്ന് വെച്ചാൽ മല്ലിയിലയും ചീസുമാണ്. ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഈ ചിക്കനിൽ ചെയ്യണം. ആദ്യം മൈദയിൽ നമ്മുടെ ചിക്കൻ ഡസ്റ്റ് ചെയ്യണം. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ മൈദയിലോട്ട് ഫുൾ നമ്മുടെ ചിക്കൻ ഒന്ന് ആക്കി വെച്ച് എന്നേച്ച് നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് ഇടണം. എന്നേച്ച് നമ്മുടെ പാനിലോട്ട് ഇടുക. ഇപ്പം എന്നാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി പോലും വേവിച്ചിട്ടില്ല. ഒരു എന്നാ പറയുന്ന ഒരു അടിച്ച് ചപ്പിച്ചേച്ച് അതിനെ നമ്മൾ ഇത്രയും ഡസ്റ്റ് ചെയ്ത് മുട്ടയിൽ മുക്കി ഇട്ടേക്കുക. അന്നേരം എന്നാലും നമ്മുടെ മനസ്സിനൊക്കെ ഒരു തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ആ ചിക്കനെ നമുക്ക് വേവിച്ചേക്കാം. അതിനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരി അതിൻ്റെ വേവ് എങ്ങനെയാണെന്നറിയാമോ? ശരിക്കും രണ്ട് സൈഡും മുട്ടയുടെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് സൂക്ഷിച്ച് പൊട്ടിക്കാതെ എടുക്കണം. ഇനി ഞാൻ കുറച്ചു നേരം വർത്താനം പറയില്ല, കാരണം ഈ മുട്ട പ്ലേറ്റിലോട്ടൊന്നും എടുക്കണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി സ്റ്റോക്ക് ഒഴിക്കാം. അതായത് ഈ ഒരു ചിക്കന് വേണ്ട ഒരു സോസ് അത്രയും മാത്രമേ വേണ്ടുള്ളൂ. ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. നമ്മുടെ കപ്പിനൊക്കെ അളവ് പറയുവാന്നേൽ ഒരു എന്നാ പറയുന്ന ഒരു 1/2 കപ്പ് ഒഴിച്ചു. ഇനി ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാൽ ഒരു 2 ക്യൂബ് ബട്ടർ ഇടണം. എല്ലാം ഇതിൻ്റെ പുറകെ തന്നെ ഇട്ടോ. ഇതിനകത്തോട്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരു വലിയ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടണേ. അതല്ല ചതച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളി എടുത്താൽ എത്ര വരും അത്രയും മാത്രം ഇടുക. ആണെങ്കിൽ ഒരു 1/2 നാരങ്ങയുടെ ഒരു 1/4 നാരങ്ങ നീര്, അതായത് ഒരു 1/4 സ്പൂൺ ഓഫ് ലെമണിൻ്റെ നീരൊഴിച്ച് വെച്ചാൽ മതി. നാരങ്ങ നീര് ഒത്തിരി പുളി കൂട്ടണ്ട. പിന്നെ ആണെങ്കിൽ ഇതേപോലെ ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച സ്റ്റോക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഒരു എന്നാ പറയുന്ന ഒരു പിഞ്ച് ഇട്ടേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക് ഇട്ടേച്ചും. ഇനി എന്നാണെന്നറിയാം, നമ്മുടെ വൈറ്റ് വൈൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ ആന്നേൽ പുളിയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഈ നാരങ്ങ നീരിനും ഇച്ചിരി പുളിയുണ്ട്, വൈറ്റ് വൈനിനും ഇച്ചിരി പുളിയുണ്ട്. ഇത് പക്ഷേ വൈറ്റ് വൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തനി മുന്തിരിങ്ങയിലെ നോൺ ആൽക്കഹോളിക്, അതെല്ലാം വൈറ്റ് വൈൻ ഒഴിക്കാം. പുളി അനുസരിച്ച് വൈൻ ചേർത്തേച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അതായത് ഞാനിപ്പോൾ ടീസ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതൊരു ഇച്ചിരി നേരം ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഇച്ചിരി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന, നമ്മൾ ഈ ചെയ്തേക്കുന്ന ചിക്കനെ പതുക്കെ ഇതിനകത്തോട്ടങ്ങ് ഇടണം. ഫ്ലെയിം ഹൈ തന്നെ മതി. ഇനി ആ ചിക്കനിലോട്ട് ഇതൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ എന്നാന്നറിയോ, ഒരു ഇച്ചിരി നേരമില്ലേ അതിനെ ഒന്ന് ആ ഫ്ലേവർ ഒന്ന് പുറത്തു പോവാതെ ആ ചിക്കൻ ഇച്ചിരി ഒന്ന് വേവുകയും വേണം അല്ലേ. അതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് ഇതിനകത്തിരിക്കട്ടെ. ഇച്ചിരി വേവാൻ ഇടുമ്പത്തേനെ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടോണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ആണെങ്കിൽ നമ്മുടെ ചിക്കൻ ആ ഒഴിച്ചേക്കുന്ന സ്റ്റോക്ക് അതെല്ലാം ഇച്ചിരി ഒന്ന് വറ്റിയിട്ടുണ്ട്, ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന ബട്ടറും പിന്നെ ഇച്ചിരി ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ തിക്കായിട്ട് വരുന്ന എന്നാ പറയുന്ന ചിക്കൻ്റെ ആ കൊഴുപ്പും അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനി ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്തിട്ട് ഇത് ഇതിനകത്ത് ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നമ്മുടെ സാലഡ് എന്ന് പറഞ്ഞാൽ വലിയ സാലഡൊന്നും അല്ല. നമ്മുടെ കൈ കിടക്കുന്ന എന്നൊക്കെ പച്ചക്കറിയാണോ അതെല്ലാം കൂടെ എടുക്കുക. എടുത്തേച്ച് എന്നാ ചെയ്യണം, അതിൻ്റെ ഡ്രസ്സിങ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം അതെന്നൊക്കെ ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ആ പച്ചക്കറിയുടെ എന്നാ പറയുന്നത് എന്നൊക്കെ പച്ചക്കറിയാണെന്നും ആ സാലഡിന് വേണ്ടിയ സാധനങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ എടുത്തു വെക്കാം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ കിവി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസും കൂടെ ഞാൻ എൻ്റെ എന്നാ പറയുന്നത് നമ്മുടെ ആ കിവി വെച്ചുള്ള ജ്യൂസും പിന്നെ ആണെങ്കിൽ നമ്മുടെ സാലഡിനുള്ള സകല സാധനവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ? ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറി എന്ന് വെച്ചാൽ ഒത്തിരി കുറച്ചേ ഉള്ളൂ. എന്നാന്നോ ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുള്ളത് വെച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള റോ വെജിറ്റബിൾസ് എന്നാ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് സാലഡ് കുക്കുംബറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി സവാള സ്ക്വയറായിട്ട് അരിഞ്ഞേക്കുക. ഏത് രീതിയിലാണോ നമ്മൾ ഒരു വെജിറ്റബിൾ അരിയുന്നത് ആ കൂട്ടത്തിൽ തന്നെ എല്ലാ വെജിറ്റബിളും. പിന്നെ ഇച്ചിരി ക്യാരറ്റ് ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ട് എന്നാ ചെയ്യണമെന്നോ ഇച്ചിരി തിന്നാക്കി അരിഞ്ഞേച്ചാൽ നല്ലതാണ്. പിന്നെ അതിൽ കുറച്ച് ടൊമാറ്റോ, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ടൊമാറ്റോ ഒക്കെ ആദ്യം എടുത്ത് പരീക്ഷിച്ചതിന് ശേഷമേ ബാക്കി എടുക്കാവുള്ളൂ. പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ്, പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് മല്ലിയില, ഇച്ചിരി ഉപ്പ്, ഇതിനകത്തൊരു എന്നാ പറയുന്ന ഒരു ലേശം മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു ലേശം ഒലീവ് ഓയിൽ ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മളൊരു ബൗളിനകത്തോട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം ഇടണം. ആദ്യം നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ വെജിറ്റബിൾസ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിൻ്റെ ഡ്രസ്സിങ്ങിനുള്ള സാധനം, അതായത് ഇച്ചിരി ഒലീവ് ഓയിൽ. ഇതിപ്പോൾ ഇച്ചിരി പച്ചക്കറിയേ എനിക്കുള്ളൂ. അന്നേരം ഞാനൊരു എന്നാ പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂണേ ഒഴിക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ ഓഫ് നമ്മുടെ എന്നാ പറയുന്നത് മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഞാൻ എല്ലാ ഉപ്പും എല്ലാം ഇച്ചിരി എടുത്തോളൂ. അവസാനം കൂടിപ്പോയാൽ എനിക്ക് ഒത്തിരി വിഷമം. ഇപ്പം കൈവാക്ക് അങ്ങനെ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഒരു ഇച്ചിരി മല്ലിയില, പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഒരു ടീസ്പൂൺ നാരങ്ങാ നീര്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ച് ആദ്യം നമ്മുടെ ഇല ഇച്ചിരി ഒന്ന് പിച്ചി പറിച്ചിടാമേ. ഇതിനകത്തോട്ട് നമ്മുടെ ഇച്ചിരി വെള്ളരിക്ക, പിന്നെ ആണെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് സവാള, ഇച്ചിരി ക്യാരറ്റ്, പിന്നെ ആണെങ്കിൽ ടൊമാറ്റോ. എന്ന് വെച്ച് ഇതിനെ നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതൊരു എന്നാ പറയുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡാണ്. നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുകയല്ല, ഇച്ചിരി വ്യത്യാസമാണ്. കാര്യം ഇത് ഒത്തിരി സ്പൈസി അല്ല, എന്നാൽ സാലഡ് ഒരു ഇച്ചിരി സ്പൈസി ആട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് എന്ന് പറയുന്ന പ്രശ്നം. വലിയ ബഹളങ്ങളൊന്നുമില്ല, കയ്യിലുള്ള പച്ചക്കറി വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രാങ്കൈസിയുടെ അടുത്ത് തന്നെ നമ്മുടെ സാലഡ് ഇരിക്കട്ടെ. ഇനി അടുത്ത നമ്മുടെ ജ്യൂസാണേ. ജ്യൂസും ഇതേപോലെയാ, വലിയ ബഹളമൊന്നുമില്ല. ഇതിന് വേണ്ടിയ സാധനം എന്താ പറയുക, ഏതെങ്കിലും നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക്, പ്ലെയിൻ സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കണം. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കസ്കസ് സർബത്ത് എന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഈ കസ്കസ് സർബത്ത് അത് ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരി മതി. പിന്നെ ഈ കസ്കസ് സർബത്തിൻ്റെ മധുരം പോരാ എന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം വേണം. പിന്നെ ഇത് കുറച്ച് കിവി അരിഞ്ഞ് വെച്ചേക്കുക. ഒരു 3-4 കിവി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ, പക്ഷെ ഒരു കിവി വെച്ചാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. ഇനി എന്നാണെന്നറിയോ, പരിപാടി വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി ബ്ലെൻഡറിനകത്തോട്ട് ഇട്ടേച്ച് ഒന്ന് നല്ലതായിട്ട് തിക്ക് ഷേക്കായിട്ട് ആക്കി എടുത്തേച്ചാൽ മതി. നമ്മുടെ കിവി ഷോട്ട്സ് റെഡിയാണ്. ഇതിനകത്തോട്ട് ഒരു കിവിയുടെയാണ് ഞാൻ ഇടാൻ പോകുന്നത്.
ഇതിനകത്തോട്ട് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഐസ്ക്രീം. പിന്നെ ഈ ഒരു അടപ്പിന് ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി വലുതായിട്ട് നമുക്ക് വേണ്ട. അന്നേരം ഒരു ഇച്ചിരി ഈ ഒരു അടപ്പിന് ഒരടപ്പ് ഒഴിച്ചു. പിന്നെ പോരാന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നമുക്ക് അടിക്കുമ്പോഴത്തേന് ചേർത്തേച്ചാൽ മതിയേ. കിവിക്ക് ഒരു കുറച്ച് എന്നാ പറയുന്നത്, ഒത്തിരി മധുരമുള്ള ഒരു ഫ്രൂട്ടൊന്നും അല്ല കിവി, ഒരു ഇച്ചിരി മധുരം കുറവാണ്. അന്നേരം സർബത്തിൻ്റെ ഉണ്ട്, ഐസ്ക്രീമിൻ്റെ ഉണ്ട്, അതനുസരിച്ചിട്ട് പിന്നെ ഇത് ഇടാവുള്ളൂ പഞ്ചസാര. ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ അല്ല വേണ്ട, 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. കാര്യം എന്നാന്നോ, ഇത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ ലിക്വിഡ് ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അന്നേരം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്. അന്നേരം അതും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ മധുരവും കൂടെ വരും. അപ്പം നോക്കിച്ച് പിന്നെ പഞ്ചസാര ചേർത്താം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യാം. കുറച്ചുകൂടെ നമുക്കൊരു എന്നാ പറയുന്നത്, ഗ്രീൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രീൻ കളറൊക്കെ ചേർക്കണം. അതൊന്നും വേണ്ട അല്ലേ, നമുക്ക് എപ്പോഴും ഫ്രഷ് അല്ലേ നല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ താമസമേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജ്യൂസായി കിവിയുടെ, പക്ഷെ അതിനെ ഒരു ഇങ്ങനെ കൊടുത്താൽ ഒക്കുകയില്ല. അത് കിവിയുടെ ജ്യൂസ് ആണെന്നൊക്കെ നമ്മുടെ വരുന്ന ഗസ്റ്റ് അറിയണ്ടേ. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞാനൊന്ന് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെച്ച് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കിവി ഷോട്ട്സും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രാങ്കൈസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ സാലഡ് സൈഡിൽ വെച്ചേക്കുക, ലെറ്റ്യൂസ് ലീഫിൻ്റെ മേളിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത്രയും നേരം നമ്മൾ ഈ എന്നാ പറയുന്നത്, ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആർക്കാ എന്നാ ഏതാന്നൊന്നും നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഇത് ശരിക്കും ഞാൻ ഒരു പറയുവാണെങ്കിൽ ശരിക്കും ഒരു കൊച്ചു മിടുക്കിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ന്യൂജൻ യൂത്തിൻ്റെ ഇടയിലും ഒക്കെ ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു കൊച്ചു മിടിക്കയെ പറ്റി എനിക്കിവിടെ പറയാനുള്ളത്. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ആരായിരിക്കും എന്ന്. അത് വേറെ ആരും അല്ല കേട്ടോ, മെറിൻ ജോസഫ്, ദ IPS ഓഫീസറിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒക്കെ എനിക്ക് പറയാനോ ഇച്ചിരി ഒരു എന്നാ പറയുക അഭിമാനത്തോടെ കൂടി പറയുവാണെങ്കിൽ പുള്ളിക്കാരത്ത് കോട്ടയംകാരി കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്കൊരു ഇച്ചിരി എന്നാ പറയുന്നത് സന്തോഷം കൂടുതലാണ് എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇത്രയും എന്നാ പറയുന്ന ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിലാണെങ്കിൽ ശരിക്കും മെറിൻ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഇഷ്ടപ്പെടുന്ന എത്രയോ യൂത്ത് ഉണ്ട് ശരിക്കും. ഹരി, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഇപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ അല്ലേ, നമ്മുടെ ഒരു കൊച്ചു മിടുക്കിയ ഈ കൊച്ചു മിടുക്കിക്ക് ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ നാടൻ സാധനത്തെക്കാട്ടിലും പ്രത്യേകിച്ച് കോട്ടയംകാരി ആകുമ്പോൾ ഒരിച്ചിരി സ്പെഷ്യലും കൂടെ കൊടുക്കാനാണ് എനിക്കിഷ്ടം അല്ലേ. എനിക്ക് കോട്ടയംകാരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു നാട്ടിൻ്റെ ഒരു സ്പിരിറ്റും എല്ലാം കൂടെ ഉണ്ട് ശരിക്കും. മെറിൻ്റെ കൂടുതൽ വർത്തമാനമൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ ഇരുന്ന് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ ഡിഷാണെങ്കിൽ ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ആ ടേസ്റ്റ് എല്ലാം പോയി പോവും. അതുകൊണ്ട് നമുക്ക് ഇതും ആയിട്ട് ഫുഡും മെറിനെ എല്ലാം കൊണ്ട് നമുക്ക് ആ ഡൈനിങ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം അല്ലേ. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഒത്തിരി വിശേഷം തുടങ്ങുന്നതെന്നുമുണ്ടല്ലോ, ശരിക്കും നമ്മുടെ നാട്ടിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം കേട്ടോ. അപ്പം എന്നാന്നറിയാം, മെറിൻ ഞാൻ ചോദിക്കാൻ കാര്യം, ഈ പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നല്ലേ മെറിൻ വരുന്നത്. there was any ആരെങ്കിലും റോൾ മോഡലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഫാമിലിയിൽ ഇങ്ങനെ? എൻ്റെ ഫാദർ ഒരു സിവിൽ സർവൻറ്റാണ്. അതുകൊണ്ട് ചൈൽഡ്ഹുഡ് മുതലേ സിവിൽ സർവീസസിനോടൊരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു ഗവൺമെൻറ് എൻവയൺമെൻറ്റ് നമ്മൾ വളർന്ന് വരുമ്പം നമുക്ക് അതിൻ്റെതായ വി നോ ദ നേച്ചർ ഓഫ് ദ ജോബ് ആൻഡ് വി നോ ദ സെക്യൂരിറ്റി ആൻഡ് ദ പ്രിവിലേജസ് ദാറ്റ് ദ ജോബ് ബ്രിങ്സ്. അതുകൊണ്ട് ആദ്യം മുതലേ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരൻസും അതിനുവേണ്ടി എന്നെ ഗ്രൂം ചെയ്തായിരുന്നു. സോ
ഇതിൻ്റെ ഒരു ഡ്രീം വളരെ ലൈഫിൽ വളരെ ഏർലി തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ പിന്നെ കുഞ്ഞുനാൾ മുതലേ ഇതാവണം, IPS ആവണം. IPS ആയിട്ടല്ല, ഐ വാണ്ടഡ് ടു അപ്പിയർ ഫോർ സിവിൽ സർവീസ് എക്സാം. സിവിൽ സർവീസ് എക്സാമിൽ കുറേ സർവീസസ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ റാങ്ക് അനുസരിച്ച് എനിക്ക് IPS ആയി കിട്ടിയത്. ബട്ട് ബീങ് ഇൻ ഓൾ ഇന്ത്യ സർവീസ് ഐ വാസ് ഹാപ്പി ബിക്കോസ് IAS ആണെങ്കിലും IPS ആണെങ്കിലും റവന്യൂ സർവീസ് ആണെങ്കിലും ദീസ് ആർ ഓൾ ഗുഡ് സർവീസസ്. അതെ. ബട്ട് യു പ്രിഫർഡ് IAS? IAS നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇല്ല സർവീസസ് കാണിക്കേണ്ടത്. അതുകൊണ്ട് IASൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു ബിക്കോസ് അത് നാച്ചുറലി എല്ലാവരും ആദ്യം എഴുതുന്ന ഒരു സർവീസാണ്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഐ വാസ് aspiring only for the IAS. If I got IPS, in fact, somewhere deep down I was actually secretly hoping that I'll get IPS because എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ അതെ അതെ. More than IAS, she wanted to see her daughter in the uniform service. So you are the only one child? ഇല്ല, എനിക്കൊരു ബ്രദർ ഉണ്ട്. Okay. Elder one. Yeah. പുള്ളി എന്താ ചെയ്യുന്നത്? He's a lawyer by profession, പക്ഷേ he worked in the corporate sector for a few years, പക്ഷേ ടീച്ചിങ്ങിനോടാണ് താല്പര്യം. So right now he's pursuing his PhD in law from National Law School, Bangalore. അപ്പോൾ അമ്മ is a housewife? No, she's a teacher. ഓ അത് ശരി. ഓക്കെ. അപ്പോൾ അമ്മ എന്നെ പറ്റി ഒരു പെങ്കൊച്ച് IPS ഒക്കെ ആവണം എന്നൊക്കെ അമ്മ ആഗ്രഹിച്ചു? I think my mother by nature is, she's very free spirited and I mean she dreamt very high for both her children. So I think seeing figures like Kiran Bedi and all made her think that എൻ്റെ മകൾക്കും അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തിക്കൂടെന്ന്. So I think that is where the thought started. So secondly അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു dream fulfill ചെയ്യാൻ. See, this is not a service or an exam which you can clear by somebody forcing you to. നമുക്ക് നല്ല അകത്തുനിന്ന് വിൽ പവറും മോട്ടിവേഷനും ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാനുള്ള ഒരു ഡ്രൈവും ഒരു ഇൻട്രസ്റ്റും വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനൊക്കത്തുള്ളൂ. ഓ കറക്റ്റ്. പക്ഷേ ഈ IPS ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി ടഫാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് മെറിൻ പറഞ്ഞു തരുമോ? ട്രെയിനിങ് ശരിക്കും നല്ല ടഫാ, പക്ഷെ അതിലൊരു ഡെഫിനറ്റ്ലി ഒരു എലിമെന്റ് ഓഫ് ത്രില്ലുണ്ട്. ബിക്കോസ് നമുക്ക് അറിയാത്ത കുറേ സ്കിൽസ് നമ്മൾ പഠിക്കും. പിന്നെ I mean the thought of doing things like swimming, horse riding, പിന്നെ വെപ്പൺ ട്രെയിനിങ്, ഇതൊന്നും ഒരു സിവിലിയൻ പിക്കപ്പ് ചെയ്യുന്ന സ്കിൽസ് അല്ല. പിന്നെ ഇത്രയും നല്ല വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു അക്കാഡമി നമ്മളെ ഒരു വർഷം ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈസ് ഓൾസോ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ഓൺ us. So this is not a privilege which everybody gets. അതുകൊണ്ട് അതെല്ലാം നോക്കുമ്പോഴത്തേന് we really realize that we are very lucky to be in this service. കറക്റ്റ് ആട്ടോ. ആ പറഞ്ഞ വളരെ ശരിയാ. എനിക്കൊന്ന് മെറിൻ ഫസ്റ്റ് ചാർജ് എടുക്കുന്നത് എവിടെയാ? ASP മൂന്നാറിലല്ലേ? ഓ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? തോട്ടത്തൊഴിലാളികളും ഐ മീൻ സ്ത്രീകളും ഒക്കെ ആയിട്ട് സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മെറിൻ യു ആർ ഇൻ ചാർജ് ഓഫ് ദാറ്റ്, റൈറ്റ്? ആ സമരം പീക്ക് ചെയ്തപ്പോഴത്തേനായിരുന്നു എന്നെ അവിടെ പോസ്റ്റ് ചെയ്തത്. സോ സ്ത്രീകളുടെ ഒരു സമരമായതുകൊണ്ട് ഒരു ലേഡി ഓഫീസർ അവിടെ പോകുന്ന നല്ലൊരു കാര്യമാണ് എല്ലാവരും പറഞ്ഞു. അപ്പൊ അവരുടെ അപ്രോച്ച് ടുവേർഡ്സ് യു എങ്ങനെ, ഒരു പോലീസ് ആയിട്ടോ പേടിച്ചിട്ടോ അങ്ങനെയാണോ അതോ ബീയിങ് എ വിമൻ? അല്ല, they were very very open and I also was very approachable as far as they were concerned. So I made myself available to them so that I wanted them to come and share what they were planning, what they were going through, because ഒരു പോലീസ് ഓഫീസറിന് ശരിക്കും ഗ്രൗണ്ടിൽ എന്തോ നടക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്കും സ്ട്രാറ്റജി ഒന്നും പ്ലാൻ ചെയ്യാനൊക്കെ. ഇപ്പൊ പോലീസിനെ പറ്റി അല്ലെങ്കിൽ whoever comes in charge, നമുക്ക് ഈ സമരം നടത്തുന്നവർക്കൊക്കെ ബേസിക്കലി ഒരു പേടി കാണും അല്ലേ അവർക്ക്, ഇത് പോലീസ് വരുന്നു, ഓക്കെ. ബട്ട് ഹൗ ഡിഡ് യു ഗീവ് them the space to make them understand? ആക്ച്വലി ഞാൻ മൂന്നാർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രെഡിസസർ തന്നെ നല്ല ഒരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ കൂടെ. അവർക്കറിയായിരുന്നു ദാറ്റ് the police will not harm them. So they knew that that space is there where they can protest as long as they don't get violent. അവർക്ക് ആ ഒരു അവരുടെ പ്രൊട്ടസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടും. സോ അതവർക്ക് അറിയായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ഫിയർഡ് us, but we had told them that violent ആകില്ല. പിന്നെ അപ്പൊ സമാധാനമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. യെസ്, വി ജസ്റ്റ് എക്സ്പ്ലെയിൻ തിങ്സ് ടു ദം. പിന്നെ അവർക്കും കോപ്പറേറ്റ് ചെയ്യാൻ ഒരു ഹെസിറ്റേഷനും ഇല്ലായിരുന്നു. വാട്ട് എവർ വി യൂസ് ടു ടെൽ ദം, ദേ യൂസ് ടു ലിസൺ ടു us also. സോ പക്ഷെ എന്നാലും പേഴ്സണൽ ലെവൽ ഡെഫിനറ്റ്ലി ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് അറിയാമായിരുന്നു അവർക്ക് എപ്പം വേണമെങ്കിലും എൻ്റെ നമ്പർ വിളിക്കാം, എന്നോട് സംസാരിക്കാം. അങ്ങനത്തെ ഒരു ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വാസ് ദെയർ. സോ അങ്ങനെ ഒരു ഹെസിറ്റേഷനോ പേടിയോ ഒന്നും ഇല്ലായിരുന്നു.
ഓക്കെ. until today they call me. ഇന്നും അവർ ഐ മീൻ ടിൽ ഡേറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ ഫോണിൽ അവർ കോൺടാക്ട് ചെയ്യാറുണ്ട്. കറക്റ്റ്. പഠിച്ചതൊക്കെ കോട്ടയത്താണോ അതോ? അല്ല, ഞാൻ ഐ എം ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഡൽഹി. ഡൽഹി. ഓക്കെ. ഈ സർവീസ് കയറിയതിന് ശേഷമായിരുന്നു ഞാൻ കേരളത്തിൽ വന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പേരൻസ് ഡൽഹിയിൽ താമസിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുമെന്ന്. ബട്ട് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഓക്കെ. ഭക്ഷണമൊക്കെ കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ? അല്ല, വീട്ടിൽ തനി നാടൻ ആഹാരമായിരുന്നു. നമ്മുടെ കോട്ടയം സ്റ്റൈലൊക്കെ? നമ്മുടെ കോട്ടയം മീൻ കറിയും പിന്നെ ബാക്കിയുള്ള ആ ടിപ്പിക്കൽ സിറിയൻ ക്രിസ്ത്യൻ പ്രിപ്പറേഷൻ. അതെ അതെ അതെ. അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യം. ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ഐ ഫീൽ ഹോം സിക്ക്. സോ ദാറ്റ്സ് വൈ ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ കേരള ബിക്കോസ് നമ്മുടെ ഹോംലി ഫുഡ് നമുക്ക് എവിടെ ചെന്നാലും ഉണ്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഐ എം ഇൻ എ ന്യൂ പ്ലേസ് ഓർ ഇൻ എൻ ഏലിയൻ പ്ലേസ്. കറക്റ്റ് ആട്ടോ, നമുക്ക് ഒത്തിരി ഹോംലി ഫീൽ ചെയ്യും. കറക്റ്റ്. പക്ഷെ ഇവിടെ ഞാൻ തരാൻ പോകുന്ന ഫുഡ് ഇസ് ക്വൈറ്റ് ഹോംലി അല്ല. ഞാൻ ജനറലി വെൻ ഐ ഈറ്റ് ഔട്ട് ഇൻ റെസ്റ്റോറൻറ്റ്സ് ദാറ്റ് ടൈം ഐ ഓർഡർ കോണ്ടിനെന്റൽ ഫുഡ് ബിക്കോസ് നമ്മൾ വീട്ടിൽ കഴിക്കാത്ത ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പുറത്ത് കഴിക്കുമ്പോൾ. സോ ഐ ഓൾവേസ് ഓർഡർ കോണ്ടിനെന്റൽ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും മെറിനെ കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും അറിയണ്ടേ വാട്ട് ദ ടേസ്റ്റ് ഇസ് ദിസ്. ഒന്ന് ട്രൈ ചെയ്യും. Tastes good. It's lovely. Butter undo? Butter. Yeah, it is very rich. It's a rich food. ഒത്തിരി rich അല്ല, but എന്നാലും partially it's a rich food. No, പിന്നെ it's really nice. Very tender. നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന ഉടനെ തന്നെ it's falling apart. Yeah. Very nice. Okay, this is recipe എന്ന് പറയുന്നത് ചിക്കൻ ഫ്രാങ്കൈസി കേട്ടിട്ടുണ്ടാവോ? അതാ വെച്ചിട്ട് നമ്മള് കുറച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഒക്കുകയല്ലോ. സോ കുറച്ചൊരു ഇന്ത്യൻ ടച്ച് ഉണ്ട്, നോട്ട് എക്സാക്ട്ലി ഫ്രം ദർ. എന്നാ പിന്നെ അവര് ബേസിക്കലി അവരൊരു മീലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അബ്രോഡിൽ ഒരു ഡിന്നർ ആയിട്ട് ദേ യൂസ് ടു ഹാവ് ദിസ് അല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തത്. ഇത് ഇന്ത്യൻ പാലറ്റിന് ഡെഫിനറ്റ്ലി സ്യൂട്ട് ചെയ്യും. ആണല്ലേ? അത്യാവശ്യം ഉപ്പേരിയൊക്കെ ഉണ്ട്. അല്ല, അവിടെയൊക്കെ കംപ്ലീറ്റ്ലി മോസ്റ്റ്ലി റോ ആണ് അല്ലേ, ഇച്ചിരിയോ വേവത്തൊക്കെ അല്ല ഇച്ചിരിയല്ലോ. ഇവിടെ ഇപ്പൊ അതായത് നമ്മൾ ഇച്ചിരി വേവിച്ചൊക്കെ എടുത്തേക്കുക. കഴിക്കൂ. എഗ് കൂട്ടിടാ. മെറിൻ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഡെഫിനറ്റ്ലി മെറിൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കാം കേട്ടോ. നോ പ്രോബ്ലം അറ്റ് ഓൾ. എനിവേ ദിസ് കാൻ ബി എ സ്റ്റാർട്ടർ അല്ലേ? നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഇറ്റ് കാൻ ബി എ സ്റ്റാർട്ടർ if we make it in a small piece. I think സ്റ്റാർട്ടർ ആയിട്ട് പോവും. ഓ അത് ശരി. അപ്പൊ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറയുമായിരുന്നു നമ്മുടെ പ്രേക്ഷകരോടൊക്കെ, പക്ഷെ സ്റ്റാർട്ടർ നമുക്ക് ഇത്രയും വലിയ പീസ് ആവാനൊക്കത്തില്ല, ചെറിയ പീസായിട്ടേ പോവാനൊക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അതും ഓക്കെ ആയി. ഞാൻ പറയുമായിരുന്നു ഇത് ശരിക്കും ഒരു ഡിന്നറോ മീലോ ആക്കാനേ ഒക്കത്തുള്ളൂ. അല്ല, സ്റ്റാർട്ടർ ആക്കുവാണെങ്കിൽ മേക്ക് ഇറ്റ് എ സ്മോൾ പീസ്. മെറിൻ പാചകമൊക്കെ ചെയ്യാം? എനിക്ക് ഭയങ്കര താല്പര്യമാണ് കുക്കിങ്ങിനോട്. ലൈക്ക് കുക്കറി ബുക്സ്, കുക്കറി ഷോസ്, പിന്നെ ഇന്റർനെറ്റിൽ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ വായിക്കാൻ. പക്ഷേ ഈ ഡേ ടു ഡേ കുക്കിങ്ങിന് ടൈം കിട്ടാറില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഐ തിങ്ക് നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് മൈ പ്രൊഫഷൻ. പക്ഷേ കിച്ചണിൽ കയറുമ്പോൾ ഐ എം ഓൾവേസ് വെരി ഹാപ്പി ബിക്കോസ് ഐ സീ ഇറ്റ് ആസ് ചാൻസ് ടു എക്സ്പെരിമെന്റ് ആൻഡ് ട്രൈ ന്യൂ തിങ്സ്. ബിസി ഓഫീസ് വർക്കിൽ പോലും യു പ്രിഫർ ദിസ് നാടൻ ഫുഡ് അത് അല്ലെങ്കിൽ ഒരു ബർഗർ വേണം അങ്ങനെ പറയാറില്ല? ആക്ച്വലി എൻ്റെ ജോലിയിൽ ഒത്തിരി ട്രാവൽ ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വാട്ട് എവർ ഇസ് അവൈലബിൾ അതുകൊണ്ടൊക്കെ മാനേജ് ചെയ്യുക. പക്ഷേ വീട്ടിൽ വരുമ്പം എപ്പോഴും proper Kerala food is what I crave for. ഇപ്പൊ പപ്പായും മമ്മിയും ഡൽഹിയിലാണ്? Yeah, they're in Delhi. ഓ അത് ശരി. എനിക്ക് ശരിക്കും മെറിനോട് വർത്താനം പറഞ്ഞിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ശരിക്കും ഒരു ഡോക്ടർ, മെറിന്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു ലെക്ചർ ആയിട്ടൊക്കെ ഉള്ള ഫേസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു IPS ഓഫീസറായിട്ട് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മെറിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഫേസ് അല്ല, എനിക്ക് മാത്രമല്ല നമുക്ക് തോന്നുന്നില്ലേ അങ്ങനെ വല്ലതും എന്താ പറയാ ഒരു IPS ഓഫീസർ ആകുമ്പോഴത്തേക്ക് he or she whoever it may be ഭയങ്കര stubborn ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഐ തിങ്ക് ആർ മൂവീസ്, നമ്മുടെ ഈ മൂവീസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് പബ്ലിക് മൈൻഡിലുള്ളത്. സോ വാട്ട് പബ്ലിക് എക്സ്പെക്ട്സ് ഇസ് ദാറ്റ് യു ഷുഡ് ക്യാരി യുവർ സെൽഫ് ഇൻ ദാറ്റ് മാനർ ഓർ അങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഇഫ് യു സി IPS ഓഫീസേഴ്സ് ആരാ, അവർ സിവിൽ സർവീസ് എക്സാമിൽ കൂടെ സെലക്റ്റഡ് ആയി വരുന്ന ഓർഡിനറി സ്റ്റുഡൻസ് തന്നെയാണ്. സോ ദർ ഇസ്
no criteria which says that only if you have a face like this or only if you have a personality like this you'll be selected into the exam. No, totally നമ്മുടെ എക്സാമിലുള്ള മെറിറ്റ് ബേസ്ഡ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ IPS പോലത്തെ ഒരു സർവീസിൽ കയറുന്നത്. സോ ചില മിനിമം മെഡിക്കൽ ക്രൈറ്റീരിയ ക്ലിയർ ചെയ്യണം. ലൈക്ക് വി ഹാവ് ടു ഹാവ് എ മിനിമം ഹൈറ്റ് ആൻഡ് വി ഷുഡ് നോട്ട് ഹാവ് എനി ഡിസബിലിറ്റീസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ് നോ requirement that you should be like this or you should be like that. So ഞാൻ വന്നപ്പോഴത്തേന് ആദ്യത്തെ എല്ലാവരുടെയും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ you don't look like an IPS officer or you don't behave like one or you don't talk like one. The response I had to say is that their mind has been conditioned to think that an IPS officer should be like this, but actually it can be anyone. I mean, it can be you, me, it can ശരിക്കും be നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ശരിക്കും ഒരു IPS ഓഫീസർ അല്ലെങ്കിൽ കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ സുരേഷേട്ടന്റെ ഇമേജ് ആ കൂടുതലും അല്ലേ, അത് വെച്ച് കമ്പയർ ചെയ്യുന്നതാന്ന് തോന്നുന്നു കൂടുതലും. I don't actually blame the people also. അത് കണ്ട് അവർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന അത് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മറ്റേ ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? See, I think one's behavior obviously adapts to suit the situation at hand. So whenever I'm required to be serious or strict or stern or hard, I do it. That comes naturally. I don't have to make an effort for it. So ഞാൻ ഫുള്ളി എൻ്റെ ജോലിയിൽ എന്നെ തന്നെ ഇമേഴ്സ് ചെയ്യും. അപ്പം ഒരു സിറ്റുവേഷൻ വരുമ്പം ഞാൻ അതനുസരിച്ചായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടു റിയലി ആക്ട് ഓർ എനിത്തിങ്. ബട്ട് വെൻ there are no other pressures on me, I just continue to be who I am. അതാ നല്ലല്ലേ. അങ്ങനെ ഇപ്പം സപ്പോസ് അങ്ങനെ വല്ലതും ഒരു ദേഷ്യമാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അടിച്ചിട്ടില്ല ഇതുവരെ. I've been tempted to many times. ജോലിയുടെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് വേരിയസ് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യും. സോ അപ്പൊ ഒരു വിമൻ എന്ന നിലയിൽ ചിലരൊക്കെ ഉണ്ട് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നവരല്ലേ, ഓ നീ ഇത്രയായാലും ഒരു പെണ്ണ് തന്നെ അല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്ന് ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ തന്നെ കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട് അല്ലേ, ചുമ്മാ ഈ പറഞ്ഞോട്ട് കുട പിടിച്ചെന്നോ എന്റെ സെൽഫി എടുത്തെന്നോ ഒക്കെ പറഞ്ഞല്ലേ. വാട്ട് വാസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം? My attitude was ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന്. Frankly, my reaction to that, because ഇങ്ങനത്തെ വേറൊരു ആളുടെ ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സീസ് വന്നാൽ ഞാൻ എൻ്റെ പുറകെ പോയി കമന്റ് ചെയ്യാനും ഒന്നും പോകത്തില്ല. So when I try to put myself in people's shoes, I was wondering why are they wasting their time deliberating on issues which do not even deserve to be talked about. And എനിക്കിപ്പോഴും പറയാനുള്ളത് ഞാനൊരു തെറ്റും ചെയ്തില്ല. There was nothing wrong in anything that I did, and it was only a deliberate attempt by certain journalists or sections of the media to make news out of me. So they were just exploiting me and my image to അവർക്കൊരു അവരുടെ TRP കൂട്ടാനുള്ളൊരു ന്യൂസ് ആക്കി മാറ്റാൻ വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു, അത്രേ ഉള്ളായിരുന്നു. സോ initially I thought that okay, I should put a bold stand and I should kind of refute all this, but then I decided that why should I even bother? അവർക്കു വേണ്ടിയത് അവർ പറഞ്ഞോട്ടെ. I have my work. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, ഇഷ്ടംപോലെ ജോലിയുണ്ട്. 24 hours ചെയ്താലും തീരാത്ത ജോലിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പുറകെയൊക്കെ എന്തിനാ പോകുന്നത്? സോ ആൾക്കാർക്ക് പറയേണ്ടത് പറഞ്ഞോട്ടെ. I'll do my duty. Right. So that is my stand as of now, and anything that comes up in the future also, that's going to be my stand. വീട്ടിൽ IPS കാരിയാന്ന് അമ്മയുടെ ചെറിയ കുഞ്ഞാന്ന്? Definitely അമ്മയുടെ ചെറിയ കുഞ്ഞ്. There is no IPS or uniform or anything when I'm at home. When I go home, അമ്മയുടെ മെറിൻ ആയിട്ട് തന്നെയാ പോകുന്നത് അല്ലേ? പെറ്റ് നെയിം വല്ലതും ഉണ്ടോ മെറിന്റെ വീട്ടില്? എന്നെ ചെറുപ്പത്തിലെ വാവെന്നായിരുന്നു വിളിക്കുന്നത്. എന്റെ പേരൻസ് ഇപ്പോഴും എന്നെ വാവെന്ന്. അപ്പൊ അവിടെ ചെന്നാ വാവ തന്നെയാ. അതെ. ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞില്ലേ, മെറിൻ പറഞ്ഞ ഭയങ്കര IPS ഓഫീസറിന്റെ ഒരു ചെറിയ കുഞ്ഞു വാവയും കൂടെ എവിടെ ഉണ്ട്. ഇപ്പം മെറിൻ വരുമ്പോഴത്തേക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ എന്താ പറയാ ഒരു വാവ വരിക, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഇല്ലേ, അത് മെറിൻ വിളിച്ചു പറയോ അമ്മ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് വിളിച്ചു പറയോ? ഞാൻ വിളിച്ചു പറയും. ഞാനൊരു ഫുൾ ലിസ്റ്റ് ചിലപ്പം അയക്കാറുണ്ട്. എനിക്ക് വരുമ്പോ ഇതൊക്കെയാ കഴിക്കേണ്ടത്. അപ്പം എത്രയും ദിവസമുണ്ട് അത് നോക്കി പ്ലാൻ ചെയ്ത് ഏതായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടിയതെല്ലാം ഞാൻ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അമ്മയെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. ഇപ്രാവശ്യം ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് വീട്ടിൽ പോയിരുന്നു. അന്ന് ഞാനിവിടെ കിച്ചണിൽ കയറി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു. ബിക്കോസ് ഇപ്പം ഞാൻ തന്നെയാണല്ലോ താമസിക്കുന്നത്. It didn't go very far, but at least basic എങ്ങനെയാ ഒരു ഡിഷിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസും അതൊക്കെ. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടം, സാമ്പാറും പയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെനിക്ക് എല്ലാ മീലിന്റെ കൂടെയും നിർബന്ധം. അത് ഫസ്റ്റ് ടൈം അപ്പൊ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ല. അത് പയറോ
ഫയർ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഒരു ആവശ്യം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി. ഫസ്റ്റ് അമ്മയുടെ ഒരു കോച്ചൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം പഠിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതി അല്ലേ? മെറിൻ, യു മാരിഡ് റൈറ്റ്? ഓക്കെ. അപ്പം ഈ പരീക്ഷണമൊക്കെ ഹസ്ബൻഡിന്റെ മേലിലാണോ ചെയ്യുന്നത്? ഇല്ല, ഞങ്ങള് ഒരുമിച്ചല്ല താമസിക്കുന്നത്. ഹീസ് ഡൂയിങ് ഹിസ് MD ഇൻ ചെന്നൈ. സോ ഒരു വർഷം ആകാറായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ആൻഡ് സിൻസ് ദെൻ വി മെറ്റ് ഓൺലി വൺസ് ഇൻ എവറി മന്ത്. അതുകൊണ്ട് വെൻ വി മീറ്റ് വി യൂഷ്വലി ഗോ ഔട്ട് ആൻഡ് ഈറ്റ്, ബിക്കോസ് ഒരു പ്രോപ്പർ ഡൊമസ്റ്റിക് ലൈഫ് ഇതുവരെ ആയില്ല. അതുകൊണ്ട് അപ്പൊ പുള്ളിയുടെ കംപ്ലീറ്റ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ അപ്പൊ പിന്നെ അപ്പം മെറിൻ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാൻ. അതിന് മുന്നേ അമ്മയുടെ എല്ലാം പഠിച്ചെടുത്തേച്ച് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹീസ് ഓൾസോ മലയാളി അല്ലേ? ഓക്കെ. ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേശ്ശെയൊക്കെ. അപ്പൊ കോണ്ടിനെന്റിലൊക്കെ ഇച്ചിരിയൊക്കെ ഞങ്ങളുടെ ഒക്കെ ട്രൈ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. മെറിൻ, എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം ചോദിക്കാനുള്ള എന്നാന്നറിയോ, ഇപ്പൊ നമ്മൾ സ്ത്രീകൾ ബേസിക്കലി സ്ത്രീകൾ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നേ. അപ്പൊ സ്ത്രീകൾ ആലോചിക്കുവാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ സേഫ് അല്ല, ഇപ്പത്തെ കാലത്തും സേഫ് അല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ പൂവാലന്മാരൊക്കെ വന്ന് കമന്റ് അടിച്ച് ഇതാന്നൊക്കെ പറഞ്ഞു പോകുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഈ ഒളി ക്യാമറ വെച്ചേച്ച് വിമൻസിനെ മാത്രം പ്രൈസ് ഔട്ട് ചെയ്ത് പോകുന്ന കുറെ ഇതുണ്ട്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു ക്യാമറ അവിടെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മളൊരു റൂമിൽ പോവോ ഡ്രസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോയ്ലറ്റിൽ പോവോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ അവയർഡ് ആണ്, അതുണ്ടോ ഇതുണ്ടോ ഇല്ലോ എന്നല്ലേ? അപ്പൊ ഒരു വിമൻ എന്ന നിലയ്ക്ക് നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കുന്നത്? I think the first thing is to be vigilant, because as a woman, definitely നമുക്കൊരു higher level of vulnerability ഉണ്ട് than men. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. സോ ഐ മീൻ വി മേ ബി സ്ട്രോങ്, വി മേ ബി equipped with skills to deal with these problems when they come to us. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അലേർട്ട്നെസ്. അതുകൊണ്ട് നമ്മൾ സപ്പോസ് യു ആർ എൻറ്ററിങ് എ ചേഞ്ചിങ് റൂം, ജസ്റ്റ് ക്വിക്ക്ലി ജസ്റ്റ് take a look whether there are any cameras or any suspicious looking objects which shouldn't ideally be there. So അങ്ങനെ ഒരു ചെറിയ ജസ്റ്റ് 3 സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ. ബട്ട് വി മൈറ്റ് ബി സേവിങ് അവർ സെൽസ് ഫ്രം എ ലോട്ട് ഓഫ് ട്രബിൾ. പിന്നെ നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോഴും നമ്മൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് നടക്കാതെ, rather than being lost in thoughts or being busy with our mobile, just നമ്മൾ ഇച്ചിരി ആ മൊമെന്റിൽ പ്രസന്റ് ആയിട്ട് നമ്മൾ നടന്നാൽ തന്നെ we are safeguarding ourselves from say possible attack or in an unexpected situation. So I think alertness, പിന്നെ ഒരു presence of mind, ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എങ്ങനെയാ ബെസ്റ്റ് രീതിയിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ ഒക്കുന്നത്, that requires presence of mind. So never lose your presence of mind. I think that is most important. ഇനിയിപ്പോ ഒരു കുഞ്ഞു കാര്യം ചെയ്യട്ടെ, എന്നാന്നറിയോ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ യൂണ് ബികം സർവീസിൽ ചേരണം എന്നുള്ളത്. അപ്പം ഈ കുഞ്ഞു വാവ വീട്ടില് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു? വാട്ട് ഷീ സെഡ്? My mother felt very proud. She was really happy. So അവർ ആക്ച്വലി ട്രിവാൻഡ്രത്ത് വന്നപ്പം ആയിരുന്നു ആദ്യമായിട്ട് എന്നെ യൂണിഫോമിൽ കണ്ടത്, because I have not really gone to Delhi for any, so when they saw me here and they saw me at the police headquarters, they were really proud, because it's like they were seeing whatever they had dreamt of, they were actually seeing it happening in front of them. ശരിക്കും എന്താ പറയണ്ടേ, ആ അമ്മയോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ, ലൈക്ക് എന്താ പറയാ, അത് കാണാം എനിക്കല്ലേ അമ്മയുടെ ആ ഒരു സന്തോഷവും എല്ലാം അല്ലേ. എത്ര ആയാലും ഐ എം സോ ഹാപ്പി. ഇനി കഴിക്കും, കുറച്ചു നേരം ഞാൻ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളെ ചോദിച്ചതല്ലേ. ഇതൊരു കിവിയുടെ ജ്യൂസാ, ഇച്ചിരി ഒരു തിക്നെസ് ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് സ്പൂൺ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇതിനകത്ത് കിവി, വാനില ഐസ്ക്രീം, കിവി ഫ്രൂട്ട്, പിന്നെ കുറച്ചൊരു കസ്കസ് സർബത്തും കൂടെ ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യട്ടെ മെറിൻ, താങ്ക് യു. അതൊരു കാര്യം ചെയ്യട്ടെ, എന്നാന്നറിയോ, കിരൺ ബേദി ഒക്കെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോണ്ടാണ് ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായ? Oh, not at all. ഇത് ആരും പറഞ്ഞ് ഞാൻ ചെയ്തതല്ല. ദിസ് വാസ് പ്യൂർലി ഫോർ മൈ ഓൺ കൺവീനിയൻസ്, ബിക്കോസ് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഐ ഹാഡ് ടു റൺ അറൗണ്ട് സോ മച്ച്, ആൻഡ് മൈ വർക്ക് വാസ് സോ ഹെക്ടിക് ദാറ്റ് ചിലപ്പോൾ രാവിലെ എന്നിട്ട് നമുക്ക് കുളിച്ചാൽ പിന്നെ മുടി ഉണക്കാനുള്ള ടൈമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ഓൺ ദ മൂവ്. യു കാൻറ്റ് റിയലി ഡ്രൈ യുവർ ഹെയർ ആൻഡ് ദെൻ ടൈ ഇറ്റ് അപ്പ് ആൻഡ് ഓൾ ദാറ്റ്. സോ ആ ഒരു ഹാസൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഐ തോട്ട് ഐ ജസ്റ്റ് ഗെറ്റ് എ ഷോർട്ട് ഹെയർ കട്ട്. സോ ഫോർ ഫ്യൂ മന്ത്സ് ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. മുടി ഉണ്ടായിരുന്നു? Yeah, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. In fact, till 1 year back, I had really long hair. So I got it cut only subsequently, just for the convenience. Okay. അപ്പം വേറൊരു കാര്യം ചെയ്യട്ടെ, IPS ഓഫീസറിനെ ഞാൻ മാറ്റി നിർത്തുക. അപ്പം ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് യു യൂസ്ഡ് ടു വിസിറ്റ് പാർലേഴ്സ് ആൻഡ് ഓൾ? Yeah, of course. I mean,
maybe not to very great extent, but yeah, I mean, as a woman, I'm proud of my femininity, and I always think that we should look after ourselves, and grooming is not a sin, or it's not a bad thing, or looking good adoru nalla karyam thanneya. And not just that, I think if we look good, and if we know that we look good, then it increases our self confidence. It improves our interaction with others, it improves the quality of our work, it improves the quality of everything that we do. So I think every woman should definitely look after herself, and she should be very proud of whom she is. There is no harm in maintaining what God has given you. That is something, in fact, you should do. Even in uniform, I don't feel like I've become a man when I put on my uniform. I still feel like a woman. ഡ്രസ്സിലൊക്കെ ഏതാ മെറിൻ ഏറ്റവും ഇഷ്ടം? സാരിയാണോ ചുരിദാറാണോ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. കോളേജിലായിരുന്നപ്പോൾ ഓഫ് കോഴ്സ് ഐ യൂസ് ടു വെയർ വെരി കാഷ്വൽ ക്ലോത്ത്സ്. പിന്നെ ഞാനിപ്പോൾ ആക്ച്വലി കോളേജിൽ നിന്ന് 2 വർഷം മുമ്പ് ഇറങ്ങിയുള്ളൂ. സോ ഒരു മെച്യൂർ വുമൺലി സ്റ്റൈലിൻ്റെ പതുക്കെ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ആസ് ഫാർ എസ് സാരീസ് ആൻഡ് ഓൾ ആർ കൺസേൺഡ് ഇപ്പോഴും ഞാൻ പതുക്കെ ഉടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് വേ ഓഫ് ഡ്രേപ്പിംഗ് ഒക്കെ ഞാൻ പതുക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്. ഈ IPS ഗ്രേഡ് ഉള്ളപ്പം ഒരു ഫുൾ ഫ്രീഡം തരികയാണ്. അപ്പം വാട്ട് ഈസ് യുവർ വിഷൻ? എന്ത് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് തന്നാൽ എനിക്ക് പോലീസ് സ്റ്റേഷൻ ലെവലിൽ കുറേ ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്. ബിക്കോസ് ഇപ്പം ഞാൻ ഗ്രാസ് റൂട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഐ ഹാവ് ആക്ച്വലി സീൻ ദ പ്രോബ്ലംസ് ഇൻ എ പോലീസ് സ്റ്റേഷൻ. ദ ചേഞ്ചസ് ദറ്റ് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഇൻ, ഫസ്റ്റ്ലി ലോ ആൻഡ് ഓർഡറും ക്രൈം ഇൻവെസ്റ്റിഗേഷനും ഐ വുഡ് ലൈക്ക് ടു സെപ്പറേറ്റ്. ബിക്കോസ് ഇപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദ സെയിം SHO ഹാസ് ടു ഹാൻഡിൽ എവറിഥിങ്, ആൻഡ് പിന്നെ ഒന്നും ശരിക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. Because he's so overburdened with work that he has to supervise the cases in the station, he has to manage the day-to-day law and order situation. It becomes too much at times, particularly in the busier stations. Adondu each station should have 2 SHOs, one to look after crime and one to look after law and order. This is going to be the first innovation that I bring in. Secondly, police stations are very poor in infrastructure. Chella stations undu policearku irikkan polum seat illa. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള സ്റ്റേഷൻസ് വരെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ബ്രിങ്ങിങ് ഇൻ ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ബിക്കോസ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലി ഇറ്റ്സ് എ ലോട്ട്, ആൻഡ് നേച്ചർ ഓഫ് ദ വർക്ക് ഇസ് ഓൾസോ വെരി വെരി ഡിമാൻഡിങ്. പിന്നെ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊവൈഡ് ദം വിത്ത് ബേസിക് ഫെസിലിറ്റീസ്. പിന്നെ വേറൊരു കാര്യം, another change that I would like to bring in is obviously increase the manpower, because police is one department which relies heavily on numbers. So kudal alkar undengil it makes our functioning easier. So yeah, I mean, increase the number of policemen working on the ground. പിന്നെ ഒരു കാര്യം ചോദിച്ചേ മെറിൻ, ഒരു എന്താ പറയാ, ഒരു കുറുമ്പ് പിടിച്ചൊരു ചോദ്യമാ. ഹസ്ബൻഡ് എങ്ങനെ അറേഞ്ച് മാരേജ് ആയിരുന്നു? It was arranged. ചങ്ങനാശ്ശേരി കോട്ടയം ആയതുകൊണ്ട് എത്രയോ എനിക്കൊരു ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത്, അതുകൊണ്ട് ചോദിച്ചതായിരുന്നു. Arranged എന്ന് പറഞ്ഞാൽ we met on an arranged forum only, but ഒരു 1 year courtship period ഉണ്ടായിരുന്നു where we got to know each other. Okay. So that sort of gave us some space to make up our minds independently without being influenced by family. അപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണ് എങ്കിലും മെറിൻ എന്നാ പറയുന്നു, which one is better? അറേഞ്ച്ഡ് ആണോ? അറേഞ്ച്ഡ് ആണെങ്കിൽ ഇതേമാതിരി 1 year ഗ്യാപ്പ് തരണം. I think the most important thing is രണ്ടുപേരുടെയും personalities in sync ആയിരിക്കണം. I'm not saying they should be identical, because sometimes even opposites attract. പക്ഷേ you should be comfortable with what the other person is like. Whatever they are, അവർ change ചെയ്യാതെ തന്നെ we should be able to accept them that way, and it should be something that we can happily live with. So other ensure that I think the rest everything is something that you can just work around. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, മെറിൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് കോട്ടയംകാരി എന്ന നിലയ്ക്ക് എനിക്ക് ഇച്ചിരി അഭിമാനമുണ്ട്. പക്ഷെ ആദ്യം മെറിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു IPS ഓഫീസർമാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടും ഇങ്ങനെയായിട്ടാണ് സംസാരിക്കുന്നതെന്ന് കടകട സംസാരിക്കുന്നത് വിചാരിച്ചു. പക്ഷെ ഇപ്പം എനിക്കൊരു വാവ വർത്താനം പറഞ്ഞ മാതിരിയേ എനിക്ക് തോന്നുന്നുള്ളൂ. എൻ്റെ ഒരു കുഞ്ഞനിയത്തി എന്നോട് വന്ന് വിശേഷങ്ങളൊക്കെ പറയുന്ന മാതിരിയേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡിനെ കുറിച്ച് മെറിൻ പറഞ്ഞു, സ്റ്റാർട്ടർ ആക്കാം, അതല്ലെങ്കിൽ ഒരു മീലാക്കാം, എല്ലാം ചെയ്യാം. മെറിനെ കുറിച്ച് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഈ സുന്ദരിയായ പോലീസുകാരി എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ബിക്കോസ് അത്ര നല്ല എന്നാ പറയുന്നത്, എൻ്റെ ഒരു കുഞ്ഞനിയത്തി സുന്ദരി കുട്ടി എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ IPS കേൾക്കുമ്പോൾ ഞാൻ പഠിച്ചു, അത് വേണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണണം. Till then, goodbye.